ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്നു. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഉണക്കമീൻ. ഞാൻ ചെയ്യുമ്പിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. आज हम बनाने जा रहे ड्राई फिश का करी। केरला से आने का टाइम अच्छा वाला मछली मिला, लेके आया है। साल भर में फ्रीजर में रखेगा तो बिल्कुल खराब नहीं होगा। इसके साथ कच्चू डाल के बना रहे, दिखाएंगे कैसे। बगान से निकाल दिया है, अभी बॉईल करना है। अच्छे से धो के रखा है, നല്ലതായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. പാനി अच्छे गरम हो गया. വെള്ളം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ചേമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. कच्चू गरम पानी में डाल दें. 4 विसिल വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 विसिल होने तक वेट करना है. उणकमीन मांदलाना अच्छा वाला मछली मिला है. इसका छिलका निकालने से पूरा साफ हो जाएगा. തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് വരും. സൈഡ് പൂര കട്ട് ചെയ്തേക്കാം. നമുക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാം. पेट और मुंडी का നമുക്ക് തലയും വയറും കൂടെ ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് തൊലി എടുക്കാം. इसका ऊपर से छिलका निकालने से एकदम साफ हो जाएगा. पदक നമുക്ക് വലിച്ചാൽ മുഴുവൻ ഇങ്ങ് പോരും. पीछे से भी ऐसे इसका छिलका निकाल दीजिए. आगे पीछे छिलका निकालना है. मुंबिल से പുറകിൽ നിന്നും നമുക്ക് ഇതിൽ തൊലി മാറ്റിയെടുക്കാം. अच्छे से आ जाएगा. इसे सब साफ करना है. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. मिलता है ड्राई फिश, इसमें नमक नहीं है, लेकिन केरला से लेके आता है वो पूरा नमक वाला मछली है. इसमें अच्छा टेस्ट आ जाएगा. मछली लिया है, 3 മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്കിത് മുറിച്ചെടുക്കാം. നമുക്കിത് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. काट के साफ करके आएंगे. ചേമ്പിന് 4 വിസിലായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 വിസിൽ हो गया. कच्चू निकाल के रखा है. एक पैन रखा है. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ तेल डाल दें. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു. तेल अच्छे से गरम हो गया. 1 मुट्ठी छोटा प्याज, ഒരു പിടി ചെറിയ ഉള്ളിയാണ് നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 10 പച്ചമുളക്, ഹരിമിർച്ച് 10 പീസ്, 1 ടേബിൾ സ്പൂൺ ലസൂൺ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നടുവേ മുറിച്ചതാണ്. നമുക്ക് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. हरी मिर्च स्प्लिट करके डाला है और थोड़ा करिया पत्ता भी डाल दें. നമുക്ക് കരിയാപ്പിലയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. थोड़ा ഫ്രൈ करने दीजिए. നമുക്ക് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. प्याज और मिर्चा हल्का से फ्राई हो गया. अभी मसाला डालना है. നമുക്കിപ്പോൾ മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഹൽദി പൗഡർ, 2 ടീസ്പൂൺ ധനിയ പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. अच्छे ഫ്രൈ ചെയ്തു. മസാല ഫ്രൈ हो गया. മസാല നമ്മുടെ നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഇടാം. കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുടംപുളി ഇട്ട് കൊടുക്കും. इमली डाल दें. केरला स्पेशल है बोल के केरला का इमली डाल दें. टमाटो डालने से भी चलेगा. दूसरा इमली डालने से भी अच्छा है. 1 कप पानी, 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. अच्छे से बॉईल होना चाहिए. നല്ലതായിട്ട് തിളയ്ക്കാൻ നോക്കാം. നമുക്ക് ചേമ്പ് വെന്തോന്ന് നോക്കാം. കച്ചു പകിയ देखिए. ചേമ്പ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു അരിപ്പപാത്രത്തിനകത്തോട്ട് മാറ്റാം. കച്ചുക പാനി നിൽക്കാതെ ചേമ്പിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാം. ഇതൊന്ന് തണുക്കാൻ വെക്കാം. ठंडा होने के लिए रखेंगे. വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. പാനി अच्छे से गरम हो गया. ड्राई फिश डालेंगे. നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേഗം വെക്കാം. വെന്തൊക്കെ വെക്കാണ്. അടച്ചു വെച്ചാൽ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. നമുക്ക് ചേമ്പിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. कच्चू का छिलका निकालना है. ऐसे बॉईल करेगा तो जल्दी हो जाएगा. इങ്ങനെ ബോയിൽ ചെയ്തെടുക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ऐसे करेगा तो हाथ में खुजली भी नहीं होगा, जल्दी भी हो जाएगा. ऐसे करके देखिए, ऐसे दबा दीजिए, पूरा निकल जाएगा. ऐसे ही सब निकाल देंगे. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ചേമ്പില്ലെങ്കിൽ വാഴയ്ക്ക ഇട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. कच्चू नहीं है तो सब्जी केला से भी ऐसे बना सकता है. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. മछली अच्छे से पक गया है. अभी डालना है कच्चू. ഇപ്പോൾ നമുക്ക് ചേമ്പ് ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേമ്പ് മാത്രം ഇട്ട് ഈ കറി വെക്കാം. ड्राई फिश पसंद नहीं है तो आप लोग कच्चू डाल के ऐसे ही करी बनाने से बहुत बढ़िया टेस्ट आ जाएगा. ये कच्चू के लिए थोड़ा नमक डालना है. ചേമ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം.
दम करके 5 मिनट रखेंगे। പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. ആദാ നാരിയൽ लिया है अच्छे से पीस के आएंगे. നല്ലതായിട്ട് ഇതാ അരച്ചുകൊണ്ട് വരാം. നല്ല കാന്താരിയാണ്, കുറേ നാളായിട്ട് നട്ടതാണ്, ഇപ്പോഴാണ് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. छोटा मिर्चा है, कितना दिन से लगाया है, अभी इसका अच्छे से पकड़ने के लिए शुरू किया. നമ്മുടെ കാന്താരി നല്ലതായിട്ട് ഇടിച്ചിട്ടുണ്ട്. छोटा मिर्चा अच्छा से कूट के अभी नारियल पीस करके रखा है. തേങ്ങ നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ കാന്താരി ഇട്ട് കൊടുക്കാം. छोटा मिर्चा नारियल में डाल के अच्छे से मिला दीजिएगा. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ചേമ്പും ഉണക്കമീനും കൂടെ നല്ലതായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ड्राई फिश और कच्चू अच्छे से पक्के रेडी हो गया. अभी नारियल डालना है. നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം एकदम लो में डाल दीजिएगा. ഇത് ഫ്ലെയിം ഏറ്റവും താത്തി ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ടുണ്ട്. अच्छे से തിക്ക് हो गया. വെള്ളമാണ്, നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാനി भी डालो. लो फ्लेम में डालना है. ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് ചൂടാക്കി എടുക്കാം. लो फ्लेम में डाल के अच्छे से गरम करना है. കറി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. अच्छे से गरम हो गया. थोड़ा हटा के रखेंगे. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് വറുക്കാം. इसके लिए तड़का बनाना है. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. तड़का बनाने के लिए बर्तन रखा है. 2 मिर्चा डाल दे. 2 ഉണക്കമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. थोड़ा सा मेथी डाल दे. 1 टीस्पून कड़क इट കൊടുക്കാം. 1 टीस्पून सरसों डाल दे. अभी छोटा प्याज छोटा छोटा काट के रखा है. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ്, നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വറന്ന് കഴിഞ്ഞു. प्याज अच्छे से फ्राई हो गया. अभी थोड़ा करियापत्ता डाल दें. നമുക്ക് കുറച്ച് കരിയാപ്പത്തയും കൂടി ഇട്ട് കൊടുക്കാം. 1 पिंच മുളക് പൊടി, 1 पिंच मिर्चा पाउडर भी डाल दें. ഓഫ് करेंगे. നമുക്ക് ഓഫ് ചെയ്ത് കറിക്കകത്തിട്ട് കടുക് വറുക്കാം. കടുക് വറുത്തതല്ല, കറിക്കകത്തിട്ട് കൊടുക്കാം. തടുക്ക ബനായ इसका ऊपर में डालेंगे. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ കറി റെഡി ആയി കഴിഞ്ഞു. ड्राई फिश का करी रेडी हो गया. बढ़िया टेस्ट है. सब लोग थोड़ा ट्राई करके देखिएगा. एक बार बनाएगा तो बार बार बनाएंगे. നമ്മൾ ഒരു പ്രാവശ്യം ഈ കറി ഉണ്ടാക്കിയാൽ പിന്നെ വീട്ടുകാരെല്ലാം പറയും ആ കറി ഒന്നും കൂടെ ഉണ്ടാക്കാൻ. അത്രയ്ക്ക് നല്ല കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.